ചില മരങ്ങളുടെ വേരുകൾ മണ്ണിലല്ല, അത് മനുഷ്യരുടെ മാംസത്തിലാണ് നിലകൊള്ളുന്നത്. അവയ്ക്ക് ജീവൻ നിലനിർത്താൻ മഴവെള്ളം പോരാ, ചൂടുള്ള ചോര തന്നെ വേണം. ഭൂമിയിലുള്ള എല്ലാ ചെടികളും സൂര്യപ്രകാശത്തിലേക്ക് വളരുമ്പോൾ അവ ഇരുട്ടിലേക്കാണ് വേരുറപ്പിക്കുന്നത്. അങ്ങനെ ഒരു മരം ഈ ഭൂമിയിലുണ്ട്, അതും എൻ്റെ സ്വന്തം നാട്ടിൽ. എൻ്റെ പേര് ഹരി. നാട് പാലക്കാടാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വളരെ ശാന്തമായ ഗ്രാമമാണ്. പച്ചപ്പുള്ള വയലുകൾ, ചെറിയ കുന്നുകൾ, ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രാമത്തെ പുറത്തുള്ളവർ കാണുന്നത്. പക്ഷേ ഈ ശാന്തത ഒരു മുഖം മൂടിയാണ്. ഈ ഗ്രാമത്തിന് ഒരു രഹസ്യമുണ്ട്, ഇരുളടഞ്ഞ ഒരു രഹസ്യം. ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു കുന്നിൻപുറമുണ്ട്, കരിങ്കല്ലുമേട്. ആ കുന്നിനപ്പുറം വലിയൊരു കാടാണ്. പകൽ പോലും അവിടെ ഇരുട്ടാണ്. ആ കാടിൻ്റെ ഒത്ത നടുവിൽ ഒരു മരമുണ്ട്, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഭീമൻ മരം. നാട്ടുകാർ അതിനെ പാരഞ്ചക്കാരി മരം എന്നാണ് വിളിക്കുന്നത്. അതൊരു സാധാരണ മരമല്ല, അതൊരു കൊലയാളിയാണ്. അതെ, കൊല ചെയ്യുന്ന ഒരു മരം. ആളെത്തീനി മരമെന്നും ആ മരത്തെ വിളിക്കാറുണ്ട്. വെറുമൊരു നാടോടിക്കഥയല്ല അത്. ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്താത്ത കുറേ മരണങ്ങളുടെ ബാക്കി പത്രമാണ് ആ പേര്. ആ മരത്തിൻ്റെ പരിസരത്ത് പോയ പലരും തിരിച്ചു വന്നിട്ടില്ല. അവർക്ക് എന്തു സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അവരുടെ ശരീരഭാഗങ്ങൾ പോലും ആരും കണ്ടിട്ടില്ല. രാത്രി ആ വഴി പോകുന്നവരെ ആ മരം മാടി വിളിക്കും. അടുത്തെത്തിയാൽ അത് അവരെ വിഴുങ്ങും. ഇതാണ് ഐതിഹ്യം. മരമല്ല ആളുകളെ തിന്നുന്നത്. മരത്തിലൊരു യക്ഷിയുണ്ട്, അവളാണ് കൊലയാളി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല, അറിയാൻ ആരും ശ്രമിച്ചിട്ടുമില്ല. അവസാനമായി ആ മരം ഒരാളെ കൊന്നത് 40 വർഷം മുമ്പാണ്. അയാളുടെ പേര് സുകുമാരൻ എന്നാണ്. നെന്മാറ വേല കഴിഞ്ഞ് രാത്രി മടങ്ങി വരികയായിരുന്നു അയാൾ. എളുപ്പം വീടെത്താൻ അയാൾ കരിങ്കല്ലുമേട് വഴി നടന്നു. പിന്നീട് അയാളെ ആരും കണ്ടിട്ടില്ല. പകലയാളെ അന്വേഷിച്ചു പോയവർക്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് മാത്രം ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും കിട്ടി. അതപ്പോഴും പ്രകാശിക്കുന്നുണ്ടായിരുന്നു. സുകുമാരൻ്റെ കാൽപ്പാടുകൾ ആ മരത്തിൻ്റെ ചുവടുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് വേറെ എവിടേക്കും കാൽപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. മരത്തിനടുത്ത് വെച്ച് സുകുമാരൻ പറന്നുപോയാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുമായിരുന്നുള്ളൂ. സുകുമാരൻ അവസാനത്തെ ഇരയായിരുന്നു. അതിനു മുമ്പ് പലർക്കും ഈ ഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം കാരണം ആരും ആ വഴിയെ പോകാറില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആ മരം ഇപ്പോൾ അവിടെയുണ്ടോ എന്ന് പോലും ആർക്കും ഉറപ്പില്ല. പകൽ സമയത്ത് ചിലർ ആ കാട്ടിലൂടെയുള്ള മൺവഴിയിലൂടെ ടൗണിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് അതിലെയുള്ള മൺവഴി ഇപ്പോഴും പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്ന് മാത്രം. മെയിൻ റോഡിൽ നിന്ന് വളരെ ഉള്ളിലായാണ് ആ മരം നിൽക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും ആ വഴി പോയിട്ടില്ല, പോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ ഒരിക്കൽ വിധി എന്നെ അങ്ങോട്ട് തന്നെ എത്തിച്ചു. അതൊരു ഡിസംബർ മാസമായിരുന്നു. ഒരു ദിവസം ഞാൻ രാവിലെ ചായയും കുടിച്ച് ഉമ്മറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത്. തൃശ്ശൂരിൽ എൻ്റെ കൂടെ എൻജിനീയറിങ്ങിന് പഠിച്ചിരുന്ന ദീപക്കാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് നാളുകൾ കുറേ ആയിരുന്നു. എനിക്ക് നിന്നെ കാണണം, അവൻ പറഞ്ഞു. കൂടാതെ നെല്ലിയാമ്പതിയിലും മലമ്പുഴ ഡാമിലും പോകാമെന്നും അവൻ പറഞ്ഞു. എനിക്കത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പാലക്കാട്ടുകാരനാണെങ്കിലും ആ ഭാഗത്തൊന്നും ഞാൻ അധികം പോയിട്ടില്ല. പക്ഷേ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞിരുന്ന പ്രകാരം ഒരു ഞായറാഴ്ച പുലർച്ചെ അവൻ അവൻ്റെ കറുത്ത യൂണിക്കോൺ ബൈക്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു. കോടമഞ്ഞിറങ്ങുന്ന സമയമായിരുന്നു അത്. തണുപ്പ് അസ്ഥി തുളയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് തിരിച്ചു. യാത്ര മനോഹരമായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങളെത്തുമ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോത്തുണ്ടി ഡാമിന് ചുറ്റും കുറേ സമയം ചെലവഴിച്ചു. ചെക്ക് പോസ്റ്റ് തുറന്ന ഉടനെ ഞങ്ങൾ പേരുവിവരങ്ങൾ നൽകി. എന്നിട്ട് മുകളിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു. സമയം പോയത് അറിഞ്ഞതേയില്ല. ഉച്ചതിരിഞ്ഞപ്പോൾ ഞങ്ങൾ മലമ്പുഴ ഡാം കാണാനായി തിരിച്ചു. അവിടെയും കുറേ സമയം ചെലവഴിച്ചു. പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലും പോയി. എല്ലാ സ്ഥലങ്ങളും കണ്ടു തീർന്നപ്പോൾ സമയമേറെ വൈകിയിരുന്നു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. അന്ന് തന്നെ തൃശ്ശൂരിലേക്ക് മടങ്ങാനായിരുന്നു ദീപകിൻ്റെ പ്ലാൻ. പക്ഷേ സമയം ഒരുപാട് വൈകിയിരുന്നു. രാത്രി യാത്ര അത്ര സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് അവൻ പകൽ ഒരുപാട് നേരം ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. വിശ്രമം അത്യാവശ്യമാണ്. എടാ, നീ ഇന്ന് എൻ്റെ വീട്ടിൽ നിൽക്ക്, നാളെ രാവിലെ പോകാം, ഞാൻ അവനോട് പറഞ്ഞു. അവൻ ഒരു നിമിഷം ആലോചിച്ചു, പിന്നെ അത് സമ്മതിച്ചു. അതൊരു വലിയ തെറ്റായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്.
ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് പഞ്ചായത്ത് റോഡിലേക്ക് ഞങ്ങൾ കയറി. ഇരുവശവും വലിയ മരങ്ങളാണ്. വഴിവിളക്കുകൾ വളരെ കുറവായിരുന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബൈക്കിൻ്റെ എൻജിൻ ശബ്ദം ഒന്ന് മാറി. വണ്ടി വിറയ്ക്കാൻ തുടങ്ങി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കുറഞ്ഞു. സ്പീഡോമീറ്ററിലെ സൂചി താഴേക്ക് വന്നു. ദീപക് ആക്സിലേറ്റർ തിരിച്ചു നോക്കി. ഫലമുണ്ടായില്ല. ഒരു വലിയ ശബ്ദത്തോടെ ബൈക്ക് നിന്നുപോയി. ചുറ്റും കനത്ത ഇരുട്ട് മാത്രം. ദീപക് വണ്ടി സ്റ്റാൻഡിലിട്ടു. ഞങ്ങൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. അറിയില്ല, അവൻ പറഞ്ഞു. അവൻ അവൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് എൻജിൻ്റെ ഭാഗത്തേക്ക് വെളിച്ചമടിച്ചു. പെട്രോൾ തീർന്നതാകാൻ വഴിയില്ല. തിരികെ വരുന്ന വഴിക്ക് ടൗണിലെ പമ്പിൽ നിന്ന് അവൻ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാണ്. അവൻ സ്പാർക്ക് പ്ലഗ് ഊരി നോക്കി. അതിനും കുഴപ്പമില്ല. അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. വണ്ടി അനങ്ങിയില്ല. ഇനി തള്ളുകയല്ലാതെ വേറെ വഴിയില്ല. വീട്ടിലേക്ക് ഇനിയും 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. റോഡിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. സമയം 11 മണിയോടടുക്കുന്നു. ഈ സമയത്ത് ഈ വഴി ആരും വരാറില്ല. ഞങ്ങൾ ബൈക്ക് തള്ളാൻ തുടങ്ങി. ദീപക് ഒരു വശത്തും ഞാൻ മറുവശത്തും. വണ്ടിക്ക് നല്ല ഭാരമുണ്ടായിരുന്നു. ഞങ്ങൾ മാറി മാറിയാണ് വണ്ടി തള്ളിയത്. തണുപ്പുണ്ടായിരുന്നിട്ടും ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങൾ നടന്നു. അപ്പോഴാണ് ഞാൻ ആ ബോർഡ് കണ്ടത്. തുരുമ്പെടുത്ത ഒരു പഴയ ബോർഡ്. അതിലിങ്ങനെ എഴുതിയിരുന്നു, കരിങ്കല്ലുമേട്. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. ഞാൻ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. റോഡിൻ്റെ ഇടതുവശത്തേക്ക് ഞാൻ നോക്കി. കാട് കയറി കിടക്കുന്ന ഒരു വലിയ പറമ്പ്. അതിൽ വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആ പറമ്പിൻ്റെ ഒരു കോണിലൂടെ ഒരു ചെറിയ മൺവഴിയുണ്ട്. അത് നേരെ കാടിനുള്ളിലേക്കാണ് പോകുന്നത്. എന്താടാ? ദീപക് ചോദിച്ചു. അവൻ വണ്ടി തള്ളുന്നത് നിർത്തി. ഞാൻ ആ മൺവഴിയിലേക്ക് വിരൽ ചൂണ്ടി. എടാ, ഇതിലൂടെ പോയാൽ 1.5 കിലോമീറ്റർ കൊണ്ട് വീട്ടിലെത്തും, ഞാൻ പറഞ്ഞു. അത് സത്യവുമായിരുന്നു. അതൊരു കുറുക്കുവഴിയാണ്. പക്ഷേ ഈ സമയത്ത് ആ വഴി പോയാൽ എന്താകുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇതിലേ പോകാം, ദീപക് പറഞ്ഞു. അവൻ വണ്ടിയുടെ ഹാൻഡിൽ ആ മൺവഴിയിലേക്ക് തിരിച്ചു. അവൻ വണ്ടി തള്ളാൻ തുടങ്ങി. ഞാൻ റോഡിൽ തന്നെ നിന്നു. എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങിയില്ല. എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു. കരിങ്കല്ലുമേടിനെക്കുറിച്ചുള്ള കഥകൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ദീപക് തിരിഞ്ഞു നോക്കി. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വാടാ. ഞാൻ പതുക്കെ ആ വഴിയിലേക്ക് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എടാ, ഈ വഴി അത്ര ശരിയല്ല, ഞാൻ പറഞ്ഞു. എന്തുപറ്റി? വഴി മോശമാണോ? അതല്ല, ഈ കാട്ടിലൊരു മരമുണ്ട്, പാലക്കരഞ്ചി മരം. ആളെത്തീനി മരം എന്നാണ് ഇവിടെയുള്ളവർ അതിനെ വിളിക്കുന്നത്. ഞാൻ സുകുമാരൻ്റെ കഥ അവനോട് പറഞ്ഞു. രാത്രി ഈ വഴി പോകുന്നവരെ മരം പിടിക്കുമെന്നും പറഞ്ഞു. ദീപക് കുറച്ചു നേരം എന്നെ നോക്കി നിന്നു. പിന്നെ അവൻ ഉറക്കെ ചിരിച്ചു. ആ കാട്ടിലെ നിശബ്ദതയെ കീറി മുറിക്കുന്ന ഒരു ചിരി. ഒന്ന് പോയടാ ഹരി, അവൻ പറഞ്ഞു. ഈ കാലത്ത് നീ ഇത്തരം കഥകൾ വിശ്വസിക്കുന്നുണ്ടോ? നീ ഒരു എൻജിനീയറിംഗ് ബിരുദധാരിയല്ലേ? എടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇത് വെറും കഥയല്ല. ഞാൻ അവനെ തടയാൻ ശ്രമിച്ചു. എടാ ഹരി, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. ആളുകളെ പേടിപ്പിക്കാൻ പണ്ടാരോ ഉണ്ടാക്കിയ കഥകൾ. അവരെയൊക്കെ വല്ല കാട്ടുമൃഗങ്ങളും പിടിച്ചതാകും. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. നീ വരുന്നുണ്ടെങ്കിൽ വാ. അവൻ ബൈക്കും കൊണ്ട് മുന്നോട്ട് നടന്നു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവനെ ഒറ്റയ്ക്ക് വിടാനും കഴിയില്ല. ഞാൻ അവൻ്റെ പുറകെ നടന്നു. എനിക്കും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ കേട്ട കഥകളൊക്കെ സത്യമാണോ, അതോ അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണോ? ആധുനിക ലോകത്ത് ഇതിനൊക്കെ വല്ല സ്ഥാനവുമുണ്ടോ? ഞാൻ എൻ്റെ യുക്തിയെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ മനസ്സത് കേട്ടില്ല. മൺവഴിയിലേക്ക് കയറിയതും അന്തരീക്ഷം മാറി. പുറത്തെ പഞ്ചായത്ത് റോഡിലുണ്ടായിരുന്ന തണുപ്പായിരുന്നില്ല അവിടെ. വായുവിന് വല്ലാത്ത ഭാരം തോന്നി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ. കാടിൻ്റെ ഇരുട്ട് ഞങ്ങളെ വിഴുങ്ങി. ഫോണിലെ ടോർച്ച് വെളിച്ചം ആ ഇരുട്ടിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. വെളിച്ചം അധികം ദൂരത്തേക്കൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല. ഒരു അസ്വാഭാവികമായ നിശബ്ദത അവിടെ ഉണ്ടായിരുന്നു. കാടുകളിൽ സാധാരണ കേൾക്കാറുള്ള ചിവീടുകളുടെ ശബ്ദമോ കാറ്റിൻ്റെ ശബ്ദമോ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാലൊച്ചയും ബൈക്കിൻ്റെ ടയർ മണ്ണിലുരയുന്ന ശബ്ദവും മാത്രം. അതൊരു വല്ലാത്ത ഭയം സൃഷ്ടിച്ചു. പെട്ടെന്ന് ദീപക് വണ്ടി നിർത്തി. എന്താ? ഞാൻ ചോദിച്ചു. എടാ, വണ്ടി ഒന്ന് പിടിക്കേ.
അവൻ ബൈക്കിൻ്റെ ഹാൻഡിൽ എനിക്ക് നേരെ തിരിച്ചു. എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. അവൻ ബൈക്ക് എൻ്റെ കയ്യിലേൽപ്പിച്ചു. അവൻ ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്തു. എന്നിട്ട് വഴിയരികിലെ കുറ്റിക്കാടുകൾക്കിടയിലേക്ക് മാറി നിന്നു. ഞാൻ ബൈക്കിൽ പിടിച്ചു നിന്നു. എൻ്റെ കണ്ണുകൾ ചുറ്റും തിരഞ്ഞു. ഇരുട്ടു മാത്രം. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. 1-2 മിനിറ്റ് കഴിഞ്ഞു. ദീപക് തിരികെ വന്നില്ല. എടാ ദീപക്കേ, ഞാൻ വിളിച്ചു. മറുപടിയില്ല. എടാ തമാശ കളിക്കാതെ, ഞാൻ കുറച്ചുകൂടി ഉറക്കെ വിളിച്ചു. അപ്പോഴും നിശബ്ദത മാത്രം. എൻ്റെ ശബ്ദം ആ കാട്ടിൽ പ്രതിധ്വനിച്ചു. എൻ്റെ വിരലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വണ്ടി സ്റ്റാൻഡിലിട്ടു. എൻ്റെ ഫോണിലെ ടോർച്ച് ഞാൻ ഓൺ ചെയ്തു. അവൻ പോയ ഭാഗത്തേക്ക് ഞാൻ വെളിച്ചമടിച്ചു. അവിടെ ആരുമില്ലായിരുന്നു. കുറ്റിക്കാടുകൾ മാത്രം. ദീപക് അവിടെയില്ല. അവൻ്റെ ഫോണിൻ്റെ വെളിച്ചവും അവിടെയെങ്ങും കാണാനില്ല. അവൻ എങ്ങോട്ട് പോയി? ഞാൻ ബൈക്കിൻ്റെ അടുത്തു നിന്ന് മാറി. കാടിനുള്ളിലേക്ക് ഞാൻ നടന്നു. മുള്ളുകൾ എൻ്റെ കാലിൽ കൊണ്ടു. വള്ളികൾ എൻ്റെ ശരീരത്തിൽ ഉരസി. ഞാനതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. എടാ ദീപക്കേ, നീ എവിടെയാ? ഞാനൊരു ഭ്രാന്തനെ പോലെ വിളിച്ചു കൂവി. ഞാൻ ചുറ്റും ടോർച്ചടിച്ചു നോക്കി. എങ്ങും ഇരുട്ടു മാത്രം. മരങ്ങളുടെ വലിയ നിഴലുകൾ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു. ഒരു പ്രതികരണവും ഉണ്ടായില്ല. പെട്ടെന്ന് ഞാൻ ആ കാഴ്ച കണ്ടു. വഴിയിൽ നിന്ന് കുറച്ചു മാറി കാടിൻ്റെ ഉള്ളിലായി ഒരു വെളിച്ചം. ദീപകിൻ്റെ ഫോണിൻ്റെ വെളിച്ചം. ഞാൻ അവിടേക്ക് ഓടി. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം ആ രൂപത്തിനുമേൽ പതിച്ചു. അത് ദീപക് തന്നെയായിരുന്നു. അവൻ അതിവേഗത്തിൽ എങ്ങോട്ടോ നടക്കുകയായിരുന്നു. കാടിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക്. അവൻ്റെ നടത്തം അത്ര സ്വാഭാവികമായിരുന്നില്ല. ഒരു യന്ത്രപ്പാവയെപ്പോലെയായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ കൈകൾ ശരീരത്തിന് ഇരുവശവും തളർന്നു കിടന്നു. അവൻ്റെ തല മുന്നോട്ട് കുനിഞ്ഞിരുന്നു. അവൻ്റെ കാലുകൾ നിലത്ത് ഉരസിയാണ് നീങ്ങിയിരുന്നത്. അവൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ദീപക്കേ, നിൽക്കടാ ഇവിടെ! ഞാൻ ഉറക്കെ അലറി. ഞാൻ അവന് പിന്നാലെ ഓടി. പക്ഷേ എൻ്റെ കാലുകൾ മണ്ണിൽ പുതയുന്നതുപോലെ എനിക്ക് തോന്നി. അവൻ നടക്കുകയാണ്. അവന് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു. ഞാൻ ഓടിയിട്ടും എനിക്ക് അവൻ്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾക്കിടയിലുള്ള ദൂരം അല്പം പോലും കുറഞ്ഞില്ല. അവനൊരു സ്വപ്നാടനക്കാരനെ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു അദൃശ്യശക്തി അവനെ മുന്നോട്ട് വലിക്കുന്നത് പോലെ. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ ടോർച്ച് അവൻ പോകുന്ന ദിശയിലേക്ക് ഉയർത്തിയടിച്ചു. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ആ നേർത്ത വെളിച്ചത്തിൽ ഞാനൊരു കാഴ്ച കണ്ടു. അവിടെ വലിയൊരു രൂപം നിൽപ്പുണ്ടായിരുന്നു. ഒരു കൂറ്റൻ വൃക്ഷം. അതിൻ്റെ കൊമ്പുകൾ ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ തടിക്ക് അസാധാരണമായ വണ്ണമുണ്ടായിരുന്നു. അതൊരു സാധാരണ മരമായിരുന്നില്ല. അത് ജീവനുള്ള ഒരു ജീവിയെപ്പോലെ തോന്നിച്ചു. കരിങ്കല്ലുമേട്ടിലെ പാലക്കാരഞ്ചി മരം, അഥവാ ആളത്തീനി മരം. ദീപക് ആ മരത്തിന് നേരെയാണ് നടക്കുന്നത്. ദീപക്കേ, വേണ്ട! ഞാൻ ഉറക്കെ കരഞ്ഞു. ഞാൻ സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ട് കുതിച്ചു. പക്ഷെ പെട്ടെന്ന് എൻ്റെ ഫോണിൻ്റെ ടോർച്ച് മിന്നി മറഞ്ഞു. കാട് പൂർണ്ണമായും ഇരുട്ടിലായി. ഒരു നിമിഷം എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഫോണിൽ തട്ടി നോക്കി. വെളിച്ചം വീണ്ടും വന്നു. ഞാൻ മുന്നോട്ട് നോക്കി. ദീപക് അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ആ ഇരുട്ടിൽ മറഞ്ഞിരുന്നു. ഞാൻ ആ മരത്തിനടുത്തേക്ക് ഓടി. എൻ്റെ നെഞ്ച് പൊട്ടാൻ തുടങ്ങിയിരുന്നു. മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഞാൻ അവിടം മുഴുവൻ ടോർച്ചടിച്ച് നോക്കി. അവിടെയെങ്ങും ആരുമില്ല. ഞാൻ ആ മരത്തിന് ചുറ്റും നോക്കി. എവിടെയും അവനില്ല. എൻ്റെ കണ്ണുകൾ മുകളിലേക്ക് നീണ്ടു. മരത്തിൻ്റെ വലിയൊരു തടി. അതിൽ വലിയൊരു പൊത്തുണ്ടായിരുന്നു. ഒരു ഗുഹ പോലെ വലിയൊരു ദ്വാരം. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം ആ ദ്വാരത്തിലേക്ക് വീണു. ഞാൻ കണ്ട കാഴ്ച എന്നെ തറപ്പിച്ചു കളഞ്ഞു. ആ മരത്തിൻ്റെ ദ്വാരത്തിനുള്ളിൽ ദീപക്കുണ്ടായിരുന്നു. പക്ഷേ അവൻ അവിടെ നിൽക്കുകയായിരുന്നില്ല. ആ മരം അവനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. അവൻ്റെ കാലുകൾ മരത്തിനുള്ളിൽ അപ്രത്യക്ഷമായിരുന്നു. അവൻ്റെ ഇടുപ്പ് വരെ ആ മരത്തിൻ്റെ ഉള്ളിലായിരുന്നു. അവൻ്റെ ശരീരം ആ മരത്തിൻ്റെ തടിയുമായി ലയിച്ചു ചേരുന്നത് ഞാൻ നേരിൽ കണ്ടു. മരത്തിൻ്റെ തൊലി ഒരു ജീവിയെപ്പോലെ അവൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം മരത്തിനുള്ളിലേക്ക് അമർന്നുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അവന് ബോധമുണ്ടായിരുന്നില്ല. അവൻ്റെ കൈകൾ മാത്രം പുറത്തേക്ക് തൂങ്ങിക്കിടന്നു. ഇതൊരു സ്വപ്നമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കരിങ്കല്ലുമേട്ടിലെ മരം എൻ്റെ സുഹൃത്തിനെ തിന്നുകയാണ്. അതും എൻ്റെ കൺമുന്നിൽ വെച്ച്. എനിക്ക് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. എന്തിന്? എനിക്ക് ഭയക്കാൻ പോലും സമയമില്ലായിരുന്നു.
എൻ്റെ സുഹൃത്ത് മരിക്കുകയാണ്. ഞാൻ മുന്നോട്ട് ആഞ്ഞെടുത്തു. ആ മരത്തിൻ്റെ പരുക്കന്തടിയിൽ ഞാൻ പിടിച്ചു. ഞാൻ ദീപകിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന 2 കൈകളിലും മുറുകെ പിടിച്ചു. എൻ്റെ ശരീരത്തിലെ മുഴുവൻ കരുതും സമാഹരിച്ച് ഞാൻ അവനെ പുറത്തേക്ക് വലിച്ചു. ആ മരം അവനെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. ഒരു വലിയ കാന്തം അവനെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വീണ്ടും വലിച്ചു. എൻ്റെ ഷൂസ് മണ്ണിലുരഞ്ഞു. എൻ്റെ ദേഹം മരത്തടിയിൽ ഉരഞ്ഞുപൊട്ടി. പെട്ടെന്ന് മരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞരമ്പുകൾ വലിയുന്നതുപോലൊരു ശബ്ദം. മരം ജീവനുള്ളൊരു മാംസപിണ്ഡം പോലെ തുടിച്ചു. എൻ്റെ വിരലുകൾ ദീപകിൻ്റെ കൈത്തണ്ടയിൽ മുറുകി. ഞാൻ സർവ്വശക്തിയുമെടുത്ത് പിന്നിലേക്ക് ആഞ്ഞു വലിച്ചു. കാലുകൾ നിലത്ത് ഉറപ്പിച്ചു നിർത്തി. എൻ്റെ ഷൂസിൻ്റെ അടിഭാഗം മണ്ണിലുരഞ്ഞു. പക്ഷേ ആ മരം അവനെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. അതൊരു മരമായിരുന്നില്ല, ശരിക്കും ഒരു ജീവനുള്ള ജീവിയെപ്പോലെ എന്തോ ഒന്നായിരുന്നു അത്. ദീപകിൻ്റെ പകുതി ശരീരം ആ മരത്തിൻ്റെ പൊത്തിനുള്ളിൽ അപ്രത്യക്ഷമായിരുന്നു. ബാക്കി പകുതി കൂടി അത് ഉള്ളിലേക്ക് വലിക്കുകയാണ്. ഞാൻ വീണ്ടും വലിച്ചു. എൻ്റെ തോളുകൾ വേദനിച്ചു. കൈകളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പെട്ടെന്ന് മരത്തടിയിൽ നിന്ന് ഒരു ദ്രാവകം കിനിഞ്ഞിറങ്ങി. അതിനൊരു അസാധാരണമായ തണുപ്പായിരുന്നു. ഐസ് പോലെയുള്ള തണുപ്പല്ല, ജീവനില്ലാത്തൊരു ശരീരത്തിൽ തൊടുമ്പോഴുണ്ടാകുന്ന അതേ മരവിപ്പ്. ആ ദ്രാവകം എൻ്റെ വിരലുകളെ തെന്നി മാറ്റാൻ ശ്രമിച്ചു. എൻ്റെ പിടി അയയുകയായിരുന്നു. ദീപകിൻ്റെ കൈകൾ എൻ്റെ ഉള്ളംകൈയിൽ നിന്നും വഴുതി തുടങ്ങി. ഞാൻ ഉറക്കെ അലറി. ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. എൻ്റെ സുഹൃത്തിനെ ഞാൻ ഈ കാടിന് വിട്ടുകൊടുക്കില്ല. ഞാൻ എൻ്റെ ഇടതുകാൽ ആ വലിയ മരത്തിൻ്റെ വേരിൽ ചവിട്ടി നിർത്തി. എന്നിട്ട് എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും പിന്നിലേക്ക് നൽകി വീണ്ടും വലിച്ചു. മരത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. വലിയൊരു പാറക്കല്ല് പൊട്ടിപ്പിളരുന്നതുപോലൊരു ശബ്ദം. അതൊരു ഞരക്കമായിരുന്നു. ആ മരം വേദന കൊണ്ട് ഞരങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. ദീപകിൻ്റെ ശരീരത്തിന് ചുറ്റും പൊതിഞ്ഞിരുന്ന മരത്തിൻ്റെ തൊലി പെട്ടെന്നയഞ്ഞു. ഒരു നിമിഷം, ഒരു ചെറിയ നിമിഷം ആ പിടി ഒന്നയഞ്ഞു. ആ അവസരം ഞാൻ പാഴാക്കിയില്ല. എൻ്റെ അവസാന തുള്ളി ഊർജവും സംഭരിച്ച് ഞാൻ അവനെ പുറത്തേക്ക് വലിച്ചെടുത്തു. ഒരു വലിയ ശബ്ദത്തോടെ ദീപക് മരത്തിൽ നിന്നും അടർന്നു മാറി. അവൻ നേരെ എൻ്റെ നെഞ്ചിലേക്കാണ് വീണത്. ഞങ്ങൾ 2 പേരും ഒന്നിച്ച് പിന്നിലേക്ക് മറിഞ്ഞു വീണു. ഉണങ്ങിയ ഇലകൾക്കും മുള്ളുകൾക്കും മുകളിലേക്ക് ഞങ്ങൾ പതിച്ചു. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. പക്ഷേ ഞാൻ ഒട്ടും സമയം കളയാതെ വേഗം കണ്ണുകൾ തുറന്നു. ഇരുട്ടാണ്. എൻ്റെ ഫോൺ എവിടെയോ തെറിച്ചു പോയിരിക്കുന്നു. വെളിച്ചമില്ല. ഞാൻ തപ്പിത്തടഞ്ഞ് ദീപകിൻ്റെ ശരീരത്തിൽ പിടിച്ചു. അവൻ അനങ്ങുന്നില്ല. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഞാൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. ഹൃദയം മിടിക്കുന്നുണ്ട്. അവൻ ജീവനോടെയുണ്ട്, പക്ഷെ പൂർണ്ണമായും അബോധാവസ്ഥയിലാണ്. എൻ്റെ കൈകളിൽ ഒരു പശപശപ്പ് തോന്നി. മരത്തിൽ നിന്നും കിനിഞ്ഞിറങ്ങിയ ആ ദ്രാവകം അതെൻ്റെ ചർമ്മത്തിൽ നീറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മരത്തിൽ നിന്നും വീണ്ടും ശബ്ദം കേട്ടു തുടങ്ങി. അതിൻ്റെ കൊമ്പുകൾ കാറ്റില്ലാതെ അനങ്ങാൻ തുടങ്ങി. അത് വീണ്ടും ഉണരുകയാണ്. അതിൻ്റെ ഇരയെ നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം ആ കാട്ടിൽ അലയടിച്ചു. എനിക്കവിടെ നിൽക്കാൻ സമയമില്ലായിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഞാൻ വേഗം എഴുന്നേറ്റു. ദീപകിൻ്റെ കൈകൾ പിടിച്ച് അവനെ എൻ്റെ തോളിലെടുത്തു. അവന് നല്ല ഭാരമുണ്ടായിരുന്നു. എൻ്റെ കാലുകൾ വിറച്ചു. എങ്കിലും ഞാൻ അവനെയും ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. വന്ന വഴി ഏതാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നില്ല. ഫോൺ എടുക്കാൻ ഞാൻ നിന്നില്ല. ഈ ഇരുട്ടിൽ ആ മൺവഴി കണ്ടെത്തണം. കാടിൻ്റെ ഉൾഭാഗത്തു നിന്നും പുറത്തേക്ക് നടക്കണം. എൻ്റെ കാലുകൾ എവിടെയാണ് ചവിട്ടുന്നതെന്ന് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മരത്തിൻ്റെ വേരുകളിൽ തട്ടി ഞാൻ പലവട്ടം വീഴാൻ പോയി. എങ്കിലും ഞാൻ ദീപകിനെ താഴെയിട്ടില്ല. ഞാൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ നെഞ്ച് പൊട്ടുന്നതുപോലെ തോന്നി. വിയർപ്പ് എൻ്റെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങി. പെട്ടെന്ന് ആ കാട്ടിലെ എല്ലാ ശബ്ദങ്ങളും നിലച്ചു. ചിവീടുകളുടെ കരച്ചിലില്ല. ഇലകൾ അനങ്ങുന്ന ശബ്ദമില്ല. അസാധാരണമായ ഭയപ്പെടുത്തുന്നൊരു നിശബ്ദത. വായുവിന് പെട്ടെന്ന് തണുപ്പ് കൂടി. ഡിസംബറിലെ തണുപ്പിനേക്കാൾ ഭയാനകമായ ഒരു തണുപ്പായിരുന്നു അത്. എൻ്റെ പിന്നിലൊരു ശബ്ദം ഞാൻ കേട്ടു. ഒരു കാൽപെരുമാറ്റം. ഉണങ്ങിയ കരിയിലകളിൽ ആരോ ചവിട്ടി നടക്കുന്ന ശബ്ദം. എൻ്റെ ഹൃദയം തൊണ്ടയിൽ വന്ന് നിന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. നോക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ദീപകിൻ്റെ ഭാരം എന്നെ താഴേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പിന്നിലെ കാൽപെരുമാറ്റം വേഗത്തിലായി. അത് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. കൃത്യമായ താളത്തിലുള്ള കാൽവെപ്പുകൾ. അതൊരു മൃഗത്തിൻ്റെ കാലൊച്ചയായിരുന്നില്ല. അതൊരു മനുഷ്യൻ്റെ കാലൊച്ചയാണ്. എൻ്റെ പിന്നിൽ ഞാൻ ആ സാന്നിധ്യം അറിഞ്ഞു.
ആരോ എൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ നോട്ടം എൻ്റെ മുതുകിൽ തറയ്ക്കുന്നുമുണ്ട്. ഞാൻ സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ടോടാൻ ശ്രമിച്ചു. കാലുകൾ വേഗത്തിൽ ചലിപ്പിച്ചു. മുള്ളുകൾ എൻ്റെ ഷർട്ടിൽ കുരുങ്ങിക്കേറി. പക്ഷെ ഞാൻ നിന്നില്ല. ദൂരെ എവിടെയോ ഒരു ചെറിയ വെളിച്ചം ഞാൻ കണ്ടു. നക്ഷത്രങ്ങളുടെ നേർത്ത വെളിച്ചം. മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണാം. അത് കാടിൻ്റെ അതിർത്തിയാണ്. പഞ്ചായത്ത് റോഡിലേക്കുള്ള ആ മൺവഴി. അവിടെ എത്തിയതും ഞാൻ ദീപകിനെ താഴെ ഇറക്കി. ഞാൻ അവനെ റോഡരികിലെ പുല്ലിലേക്ക് കിടത്തി. എൻ്റെ കാലുകൾക്ക് ഇനി നിൽക്കാൻ ശേഷിയുണ്ടായിരുന്നില്ല. ഞാൻ അവൻ്റെ അടുത്ത് തളർന്നിരുന്നു. ഞാൻ ആർത്തിയോടെ ശ്വാസമെടുക്കാൻ തുടങ്ങി. ഞങ്ങൾ കാട്ടിൽ നിന്നും പുറത്തു കടന്നിരിക്കുന്നു. രക്ഷപ്പെട്ടോ എന്നെനിക്കറിയില്ല. പെട്ടെന്ന് ദീപക്കൊന്ന് ഞരങ്ങി. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ഇരുട്ടിൽ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു. അവൻ ചുറ്റും നോക്കി, പിന്നെ എന്നെ നോക്കി. ഹരി, അവൻ പതുക്കെ വിളിച്ചു. അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെയുണ്ട്, നീ പേടിക്കാതെ. ഞാൻ അവൻ്റെ കൈകളിൽ പിടിച്ചു. അവൻ എൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. അവൻ്റെ വിരലുകൾക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്തുപറ്റി? നമ്മളെവിടെയാ? അവൻ ചോദിച്ചു. നമ്മൾ കാടിന് പുറത്തെത്തി. നീ ഒന്നും അറിയാതെ ആ കാട്ടിലേക്ക് നടന്നുപോയി, ഞാൻ പറഞ്ഞു. ദീപക് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ ആശയക്കുഴപ്പം മാറി അവിടെ ഭയം നിറയുന്നത് ഞാൻ കണ്ടു. വല്ലാത്തൊരു ഭയം. ഹരി, അത് മരമായിരുന്നില്ല, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്താടാ നീ പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ മരം നിന്നെ വിഴുങ്ങുകയായിരുന്നു. അല്ല, ദീപക് തലയാട്ടി. ഞാൻ മൂത്രമൊഴിക്കാൻ നിന്നപ്പോൾ കാട്ടിൽ നിന്നും ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആര്? എൻ്റെ ശബ്ദം നേർത്തുപോയി. ഒരു സ്ത്രീ, വളരെ സുന്ദരിയായൊരു സ്ത്രീ. അവൾ എന്നെ നോക്കി ചിരിച്ചു. അവളുടെ കൈകൾ നീട്ടി എന്നെ അവളിലേക്ക് വിളിച്ചു. എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഹരി. എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം ഐസ് പോലെ തണുത്തതായിരുന്നു. അത് കേട്ട് എൻ്റെ രക്തം മരവിച്ചു. യക്ഷി, പഴമക്കാർ പറഞ്ഞ കഥകളിലെ യക്ഷി. അവളാണ് ഇരകളെ ആകർഷിക്കുന്നത്. ദീപക് കണ്ടത് മരത്തെയല്ല, യക്ഷിയെയാണ്. ഞാൻ കണ്ടത് മരം അവനെ വിഴുങ്ങുന്നതാണ്. രണ്ട് കാഴ്ചകളും സത്യമാണ്. യക്ഷിയും മരവും ഒന്നാണ്. അവൾ ഇരകളെ മയക്കുന്നു, മരം അവരെ ഭക്ഷിക്കുന്നു. നമുക്ക് വേഗം ഇവിടുന്ന് പോകണം, ഞാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ദീപകിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഹരി, വണ്ടിയെടുക്ക്, നമുക്ക് വേഗം പോകാം. ദീപക്കും പേടിച്ചിരുന്നു. ഞാൻ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. വണ്ടി സ്റ്റാൻഡിൽ നിന്നും മാറ്റി. ദീപകിനെ പിന്നിൽ കയറ്റിയിരുത്താൻ ഞാൻ തിരിഞ്ഞു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ബൈക്കിൻ്റെ റിയർവ്യൂ മിററിൽ ഒരു പ്രതിബിംബം. കാടിൻ്റെ ഇരുട്ടിൽ ആ മൺവഴിയുടെ തുടക്കത്തിൽ ഒരാൾ നിൽക്കുന്നു. ഒരു വെളുത്ത രൂപം. അവിടെ ഒട്ടും വെളിച്ചമില്ലാതിരുന്നിട്ടും ആ രൂപം വ്യക്തമായി കാണാമായിരുന്നു. അത് സ്വയം പ്രകാശിക്കുന്നതുപോലെ. അവൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് അവളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ നിൽപ്പിൽ നിന്നും അതൊരു മനുഷ്യ സ്ത്രീയല്ല എന്നെനിക്ക് മനസ്സിലായി. അവളുടെ വസ്ത്രങ്ങൾ കാറ്റില്ലാതെ തന്നെ പറക്കുന്നുണ്ടായിരുന്നു. അവളുടെ കാലുകൾ നിലത്ത് തൊട്ടിരുന്നില്ല. അവൾ ഭൂമിയിൽ നിന്നും അല്പമുയർന്ന് വായുവിൽ ഒഴുകി നിൽക്കുകയായിരുന്നു. എൻ്റെ കൈകൾ വീണ്ടും തളർന്നു. വണ്ടി തള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനൊരു ശില പോലെ നിന്നുപോയി. എൻ്റെ കണ്ണുകൾ ആ മിററിൽ തന്നെ തറച്ചു നിന്നു. പെട്ടെന്ന് അവളൊരു കൈ ഉയർത്തി. ഞങ്ങളെ അല്ല, ദീപക്കിനെ അവളിലേക്ക് മാടി വിളിക്കുന്നത് പോലെ. ഹരി. ദീപക്കിൻ്റെ ശബ്ദം പെട്ടെന്ന് മാറി. അതിലൊരു മയക്കമുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ദീപക് ബൈക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിരുന്നു. അവൻ എന്നെ നോക്കുന്നില്ല. അവൻ്റെ കണ്ണുകൾ കാടിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന ആ രൂപത്തിലാണ്. അവൻ്റെ മുഖത്ത് ഭയമില്ല, പകരം ഒരു തരം നിർവികാരതയായിരുന്നു. അവൻ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ദീപക്കേ, വേണ്ട, ഞാൻ ഉറക്കെ അലറി വിളിച്ചു. ഞാൻ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എടാ നിൽക്ക്, അങ്ങോട്ട് പോകരുത്. പക്ഷെ അവന് അസാമാന്യമായ ശക്തി ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന് ഉണ്ടാകാൻ കഴിയുന്നതിലും വലിയ ശക്തി. അവൻ ഒരൊറ്റ കുടയലിന് എൻ്റെ കൈകൾ തട്ടിമാറ്റി. എന്നിട്ടെന്നെ ശക്തിയായി പുറകോട്ട് തള്ളി. ഞാൻ റോഡിലേക്ക് തെറിച്ചു വീണു. എൻ്റെ തല റോഡിലെ ടാറിലിടിച്ചു. വലിയൊരു ശബ്ദം എൻ്റെ ചെവികളിൽ മുഴങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ. എൻ്റെ ബോധം മറയാൻ തുടങ്ങുകയായിരുന്നു. മങ്ങുന്ന കാഴ്ചയിലൂടെ ഞാൻ കണ്ടു.
ദീപക് ആ വെള്ള രൂപത്തിന് അടുത്തേക്ക് നടക്കുന്നു. അവൾ അവനെ കാത്തു നിൽക്കുകയാണ്. അവളുടെ കൈകൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഈ തവണ അവൻ തിരികെ വരില്ല. പക്ഷേ എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും അവനെ തടയണം. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരനക്കം പോലുമില്ലായിരുന്നു. എൻ്റെ കണ്ണുകൾ അടയാൻ തുടങ്ങി. കരിക്കല്ലുമേട് അതിൻ്റെ ഇരയെ സ്വന്തമാക്കുകയാണ് എൻ്റെ കൺമുന്നിൽ വെച്ച്. ലോകം കറങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. ചെവിയിൽ വലിയൊരു മൂളൽ മാത്രം. കാഴ്ചകൾ മങ്ങുന്നു. കണ്ണുകളിലേക്ക് ഇരുട്ട് ഇരച്ചു കയറുന്നു. ഞാൻ ബോധം കെടുകയാണോ? പാടില്ല. ഇപ്പോൾ എനിക്ക് മരിക്കാൻ കഴിയില്ല. ദീപകിനെ ഈ നശിച്ച കാടിനെ വിട്ടുകൊടുത്തുകൂടാ. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എൻ്റെ ചുണ്ടുകൾ ഞാൻ തന്നെ കടിച്ചു മുറിച്ചു. ചോരയുടെ നേരിയ രുചി നാവിൽ പടർന്നു. ആ വേദനയിൽ എൻ്റെ ബോധം തിരികെ വന്നു. ഞാൻ കണ്ണുകൾ വീണ്ടും തുറന്നു. മങ്ങിയ കാഴ്ചയിലൂടെ ഞാൻ നോക്കി. ദീപക് നടന്നകലുകയാണ്. ആ വെള്ള രൂപത്തിനടുത്തേക്ക് അവൾ കൈകൾ നീട്ടി അവനെ കാത്തു നിൽക്കുന്നു. ദീപകിൻ്റെ ചുവടുകൾക്ക് വേഗം കൂടി. എൻ്റെ ശരീരം തളർന്നു കിടക്കുകയാണ്. എൻ്റെ വിരലുകൾ പോലും അനക്കാൻ എനിക്ക് കഴിയുന്നില്ല. എങ്കിലും എൻ്റെ ഉള്ളിലെ ഭയം ഒരു വന്യമായ ഊർജമായി മാറി എൻ്റെ ഞരമ്പുകളിലൂടെ പാഞ്ഞു. ഞാൻ കൈകൾ നിലത്തുകുത്തി പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലുകൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. മുട്ടുപൊട്ടിയിരിക്കാം. കാലിലെ തൊലി ഉരഞ്ഞു മാറിയത് ഞാൻ അറിഞ്ഞു. ഞാൻ റോഡിലൂടെ ഇഴഞ്ഞു. ബൈക്കിനടുത്തേക്ക്. ദീപകിനെ വാക്കുകൾ കൊണ്ട് പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കൈക്കരുത്തുകൊണ്ടും അവനെ തടയാനാവില്ല. അവനിപ്പോൾ അസാമാന്യമായ ശക്തിയുണ്ട്. എനിക്കൊരായുധം വേണം. ബൈക്കിൻ്റെ അരികിൽ റോഡരികിലായി വലിയൊരു കരിങ്കൽ കഷ്ണം കിടപ്പുണ്ടായിരുന്നു. ടാർ പൊളിഞ്ഞ് അടർന്നു മാറിയ ഒരു കഷ്ണം. ഞാനത് കയ്യിലെടുത്തു. അത്യാവശ്യം ഭാരമുണ്ടായിരുന്നു അതിന്. വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ മുന്നോട്ടേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ മുടന്തിക്കൊണ്ട് വേഗത്തിൽ നടന്നു. ദീപക് കാടിൻ്റെ അതിർത്തിയിലെത്തിക്കഴിഞ്ഞിരുന്നു. ആ രൂപം അവനിൽ നിന്നും വെറും 1 മീറ്റർ മാത്രം അകലെയാണ്. ഇരുട്ടിലും അവൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് നീണ്ടു. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അതൊരു മുഖമായിരുന്നില്ല. വിളറിയ ജീവനില്ലാത്തൊരു മാംസപിണ്ഡം. അതിൽ കണ്ണുകൾക്ക് പകരം ആഴമുള്ള കറുത്ത 2 കുഴികൾ മാത്രം. ചുണ്ടുകളുണ്ടായിരുന്നില്ല. ആ രൂപം കണ്ടപ്പോൾ എൻ്റെ രക്തം തണുത്തുറഞ്ഞു. അവൾ ദീപകിൻ്റെ കഴുത്തിലേക്ക് കൈകൾ നീട്ടി. അവളുടെ വിരലുകൾക്ക് അസാമാന്യമായ നീളമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ വിരലുകൾ ഒരിക്കലും ഇത്രയും നീളത്തിൽ വളരില്ല. ദീപകേ, ഞാൻ അവസാനമായി വിളിച്ചു. അവൻ നിന്നില്ല. അവൻ അവളിലേക്ക് വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ കയ്യിലുണ്ടായിരുന്ന കരിങ്കല്ല് സർവ്വശക്തിയും എടുത്ത് അവൻ്റെ തലയുടെ പിൻഭാഗത്തേക്ക് എറിഞ്ഞു. എനിക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവനെ കൊല്ലാതിരിക്കാൻ, അവനെ വേദനിപ്പിക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. കല്ലവൻ്റെ തലയിൽ കൃത്യമായി കൊണ്ടു. വലിയൊരു ശബ്ദം കേട്ടു. ഒരു ചെറിയ ഞരക്കത്തോടെ അവൻ മുന്നോട്ട് കുഴഞ്ഞു വീണു. ആ രൂപത്തിൻ്റെ കാലുകൾക്കരികിലേക്ക് അവൻ വീണു. അവൻ നിലത്ത് വീണതും അന്തരീക്ഷം ഒന്നാകെ മാറി. ആ രൂപം എന്നെ നോക്കി. ആ കറുത്ത കുഴികളിൽ നിന്നും വലിയൊരു ദേഷ്യം എന്നിലേക്ക് ഇരച്ചു കയറുന്നതുപോലെ എനിക്ക് തോന്നി. കാറ്റ് പെട്ടെന്ന് നിശ്ചലമായി. വായുവിന് വീണ്ടും ഭാരം കൂടി. ഒരു അസാധാരണമായ തണുപ്പ് എന്നെ പൊതിഞ്ഞു. എൻ്റെ വിയർപ്പ് തുള്ളികൾ മുഖത്ത് തണുത്തുറയുന്നതുപോലെ തോന്നി. എൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചു. അവൾ എന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവൾ നടക്കുകയായിരുന്നില്ല. അവൾ വായുവിലൂടെ ഒഴുകി വരികയാണ്. എനിക്ക് സമയമില്ല. ഞാൻ ദീപകിൻ്റെ അടുത്തേക്ക് ഓടി. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ഞാൻ പിന്നിലേക്ക് വലിച്ചു. എൻ്റെ മുഴുവൻ കരുത്തും ഞാൻ അതിനായി ഉപയോഗിച്ചു. അവൻ മണ്ണിലൂടെ ഉരസിപ്പോന്നു. ആ രൂപം ഞങ്ങൾക്ക് തൊട്ടു മുന്നിലെത്തി. അവളുടെ നീണ്ട കൈകൾ എൻ്റെ നേരെ നീണ്ടു. ആ തണുത്ത വിരലുകൾ എൻ്റെ മുഖത്ത് മുട്ടാറായപ്പോൾ ഞാൻ ദീപകിനെയും വലിച്ച് പിന്നിലേക്ക് വീണു. ഞങ്ങൾ ബൈക്കിനടുത്തെത്തിയിരുന്നു. ദീപകിനെ ഒരു വിധത്തിൽ ബൈക്കിൻ്റെ ടാങ്കിലേക്ക് ഞാൻ കിടത്തി. ഞാൻ സീറ്റിലേക്ക് ചാടിക്കയറി. താക്കോൽ തിരിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ നോക്കിയില്ല. വണ്ടി സ്റ്റാർട്ടാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ റോഡിൽ തീരും. ഞാൻ പൂർണ്ണ ശക്തിയും എടുത്ത് കിക്കറിൽ ചവിട്ടി. ഒരു ശബ്ദവുമില്ല. ഞാൻ വീണ്ടും ചവിട്ടി. ഇല്ല, അതേ അവസ്ഥ തന്നെ. വണ്ടി ഒരു പ്രതികരണവും കാണിച്ചില്ല. ആ രൂപം റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവൾ ഞങ്ങൾക്ക് തൊട്ടരികിലാണ്. അവളുടെ സാന്നിധ്യം എൻ്റെ ജീവനെ കാർന്നു തിന്നുന്നതുപോലെ തോന്നി. ആ തണുപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് ഞാൻ ഒരിക്കൽ കൂടി ആഞ്ഞു ചവിട്ടി.
എൻ്റെ വലതുകാലിലെ ഞരമ്പുകൾ പൊട്ടുന്ന വേദന ഞാൻ അറിഞ്ഞു. എഞ്ചിൻ്റെ ശബ്ദം കേട്ടു. ജീവനില്ലാതിരുന്ന ആ വണ്ടി പെട്ടെന്നുണർന്നു. വണ്ടി സ്റ്റാർട്ടായി. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു. ആ വെളിച്ചം നേരെ അവളുടെ മുഖത്തേക്കാണ് വീണത്. വെളിച്ചം തട്ടിയതും ആ രൂപം വായുവിൽ ഒരു പുക പോലെ ഉറച്ചു. അവൾ ഒരു നിമിഷം പിന്നിലേക്ക് മാറിയതുപോലെ എനിക്ക് തോന്നി. ഞാനത് കൃത്യമായി കണ്ടില്ല. ഞാൻ കാത്തു നിന്നില്ല. ഞാൻ വേഗം ക്ലച്ച് പിടിച്ച് ഗിയറിട്ടു. ആക്സിലേറ്റർ പൂർണ്ണമായും തിരിച്ചു. ബൈക്കിൻ്റെ പിൻചക്രം റോഡിൽ ഉരസി വലിയ ശബ്ദമുണ്ടാക്കി. ബൈക്ക് ഒരലർച്ചയോടെ മുന്നോട്ട് കുതിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ബൈക്കിൻ്റെ വേഗത കൂടിക്കൂടി വന്നു. മീറ്ററിലെ സൂചി മുകളിലേക്ക് കയറുകയാണ്. ഇത്രയും വേഗത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ബൈക്ക് ഓടിച്ചിട്ടില്ല. ഈ ഇരുട്ടിൽ ഇത്രയും വേഗത അപകടമാണ്. പക്ഷേ പിന്നിലുള്ള അപകടത്തേക്കാൾ വലുതല്ല മുന്നിലുള്ളത്. കാറ്റിന് വലിയ ശബ്ദമായിരുന്നു. ഇരുവശത്തും വലിയ മരങ്ങൾ കറുത്ത മതിൽ പോലെ പിന്നിലേക്ക് വാഞ്ഞു. തണുപ്പ് എൻ്റെ അസ്ഥികളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വണ്ടി നിർത്തിയില്ല. ദീപക് ടാങ്കിൽ മയങ്ങിക്കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഇടതു കൈ കൊണ്ട് അവനെ താങ്ങിപ്പിടിച്ചിരുന്നു. അവൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ജീവനുണ്ട്. അവൻ്റെ ചൂട് എൻ്റെ കൈകളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ദൂരം പിന്നിട്ടു. ഇരുവശത്തുമുള്ള മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. വിജനമായ ആ വഴി അവസാനിക്കുകയാണ്. ദൂരെ ഹൈവേയിലെ മഞ്ഞ ലൈറ്റുകൾ ഞാൻ കണ്ടു തുടങ്ങി. വാഹനങ്ങൾ പോകുന്ന ശബ്ദം നേരിയതായി കേൾക്കാം. നഗരത്തിൻ്റെ വെളിച്ചം, മനുഷ്യരുള്ള ഇടം. എൻ്റെ നെഞ്ചെടുപ്പ് പതുക്കെ കുറയാൻ തുടങ്ങി. ഞാൻ ആക്സിലേറ്റർ അല്പം കുറച്ചു. എൻ്റെ ശ്വാസം നേരെ വീണു. ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ നശിച്ച കാട്ടിൽ നിന്നും, ആ മരത്തിൽ നിന്നും ഞങ്ങൾ പുറത്തു കടന്നിരിക്കുന്നു. കരിങ്കല്ലുമേടിൻ്റെ അതിർത്തി ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഞാൻ ദീർഘമായി നിശ്വസിച്ചു. എൻ്റെ കണ്ണുകളിൽ നിന്നും സങ്കടവും സന്തോഷവും കലർന്ന കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഹൈവേയിലേക്ക് കയറാൻ ഇനി വെറും 50 മീറ്ററുകൾ മാത്രം. വീട്ടിലേക്കിനി അധികം ദൂരമില്ല. പെട്ടെന്ന് എൻ്റെ അരക്കെട്ടിലൂടെ 2 കൈകൾ വന്നു ചുറ്റി. ഞാൻ ഞെട്ടി. ടാങ്കിൽ കിടക്കുന്ന ദീപക് എഴുന്നേറ്റ് എൻ്റെ പിന്നിലിരുന്നിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചുവെന്നോ എപ്പോൾ സംഭവിച്ചുവെന്നോ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എനിക്ക് വലിയ ആശ്വാസം തോന്നി. അവന് ബോധം വന്നല്ലോ. ഞാൻ അവനോട് സംസാരിക്കാനായി വായ തുറന്നു. ദീപക്കെ, ഞാൻ പറയാൻ തുടങ്ങി. പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. ആ കൈകൾ എൻ്റെ വയറ്റിലമർന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ടി. ആ പിടി അസാധാരണമായിരുന്നു. ഒരു മനുഷ്യൻ്റെ കൈകൾക്ക് ഇത്രയും ശക്തി ഉണ്ടാകില്ല. ഇരുമ്പു വലയങ്ങൾ പോലെ അതെന്നെ വരിഞ്ഞു മുറുകി. എൻ്റെ എല്ലുകൾ പൊട്ടുന്നതുപോലെ എനിക്ക് തോന്നി. ആ കൈകൾക്ക് വല്ലാത്ത തണുപ്പായിരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പ്. ഒരു ഐസ് കട്ട പോലെ അതെൻ്റെ മാംസത്തെ മരവിപ്പിച്ചു. ദീപകിൻ്റെ കൈകൾക്ക് ഇത്രയും തണുപ്പില്ലായിരുന്നു. എൻ്റെ ഹൃദയം വീണ്ടും അതിവേഗം മിടിക്കാൻ തുടങ്ങി. ഒരു വലിയ ഭയം വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഞാൻ ബൈക്കിൻ്റെ വേഗത വീണ്ടും കുറച്ചു. എൻ്റെ കണ്ണുകൾ പതിയെ റിയർവ്യൂ മിററിലേക്ക് നീണ്ടു. പിന്നിലിരിക്കുന്ന ആളുടെ പ്രതിബിംബം ആ ചെറിയ കണ്ണാടിയിലുണ്ടായിരുന്നു. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. എൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ഉറഞ്ഞുപോയി. എൻ്റെ കൈകളിൽ നിന്ന് ബൈക്കിൻ്റെ ഹാൻഡിൽ തെന്നി മാറാൻ തുടങ്ങി. എൻ്റെ തലച്ചോറിലേക്ക് ഭയത്തിൻ്റെ വലിയൊരു തിരമാല ആഞ്ഞടിച്ചു. മിററിൽ ഞാൻ കണ്ടത് ദീപകിൻ്റെ മുഖമായിരുന്നില്ല. വിളറിയ ജീവനില്ലാത്ത ഒരു മാംസപിണ്ഡം. അതിൽ കണ്ണുകൾക്ക് പകരം ആഴമുള്ള കറുത്ത 2 കുഴികൾ മാത്രം. അവൾ ഞങ്ങളെ വിട്ടിരുന്നില്ല. അവൾ എൻ്റെ പിന്നിലുണ്ട്. മിററിലെ ആ മുഖം കണ്ടതും എൻ്റെ സമനില തെറ്റി. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചതുപോലെ തോന്നി. കൈകൾ ഹാൻഡിലിൽ നിന്നും തെന്നി മാറി. ബൈക്ക് വെട്ടിത്തിരിഞ്ഞു. ടയറുകൾ റോഡിൽ വലിയ ശബ്ദത്തോടെ ഉരസി. ഞങ്ങൾ നേരെ പാഞ്ഞത് റോഡരികിലെ ബാരിക്കേഡിലേക്കാണ്. വലിയൊരു ഇടിയുടെ ശബ്ദം എൻ്റെ ചെവികളിൽ മുഴങ്ങി. ഞാൻ വായുവിൽ തെറിച്ചു പറന്നു. പിന്നെ എല്ലാം ഇരുട്ടിലായി. കനത്ത ഇരുട്ട്. കണ്ണു തുറക്കുമ്പോൾ ചുറ്റും പ്രകാശമാണ്. എൻ്റെ ദേഹം മുഴുവൻ വേദനയുണ്ട്. ഞാൻ ആശുപത്രി കിടക്കയിലാണ്. വലതുകാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ വേഗം തല തിരിച്ചു നോക്കി. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. അടുത്ത കിടക്കയിൽ ദീപക്കുണ്ട്. അവൻ്റെ തലയിൽ വലിയൊരു ബാൻഡേജുമുണ്ട്. കൈകളിൽ ഡ്രിപ്പിട്ടിരിക്കുന്നു. അവൻ്റെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അവൻ ശ്വസിക്കുന്നുണ്ട്. അവന് ജീവനുണ്ട്. എൻ്റെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിൻ്റെ കണ്ണുനീരൊഴുകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറും പോലീസും വന്നു. ഹൈവേ പെട്രോളിംഗ് ജീപ്പുകാരാണ് ഞങ്ങളെ വഴിയിൽ രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ആദ്യം ഒന്ന് ആശ്വസിച്ചു. ഞങ്ങളെ വഴിയിൽ രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ പെട്രോളിംഗ് ടീമാണ് കണ്ടത്. ബൈക്ക് ബാരിക്കേഡിലിടിച്ചാണ് അപകടമുണ്ടായത്.
കാട്ടിൽ വെച്ച് കണ്ടതെല്ലാം എൻ്റെ തോന്നലായിരിക്കുമെന്ന് അവർ പറഞ്ഞു. ഭയവും ക്ഷീണവും കാരണം മനസ്സിലുണ്ടായ ഹാലുസിനേഷൻ. ദീപക് പിന്നിലിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ അവനെ യക്ഷിയായി തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് അവർ കരുതിയത്. സുകുമാരനും മറ്റു പലരും ഇരുട്ടിൽ കാട്ടിലെ വലിയ കുഴികളിൽ വീണു മരിച്ചതാകാമെന്നും അവർ വിശദീകരിച്ചു. കാട്ടിലെ മൃഗങ്ങൾ പിന്നീട് ആ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാകാം. എല്ലാം ഇത്ര ലളിതമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചു. എല്ലാം എൻ്റെ തോന്നലുകളായിരുന്നല്ലോ എന്നോർത്ത് ഞാൻ ദീർഘമായി നിശ്വസിച്ചു. അപ്പോഴാണ് ഡ്യൂട്ടി നേഴ്സ് അങ്ങോട്ടേക്ക് വന്നത്. അപകടം നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയ ഞങ്ങളുടെ സാധനങ്ങൾ അവർ ഒരു കവറിലാക്കി എനിക്ക് തന്നു. എൻ്റെ കീറിയ ഷർട്ട്, ദീപകിൻ്റെ ഫോൺ, കൂട്ടത്തിൽ മറ്റൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിരലുകൾ വിടർത്തിയാണ് ഞങ്ങളിതെടുത്തത്, നേഴ്സ് പറഞ്ഞു. ഞാനത് കയ്യിലെടുത്തു. എൻ്റെ ശ്വാസം നിലച്ചു. അതൊരു മരക്കഷ്ണമായിരുന്നു. കറുത്ത നിറമുള്ള പരുക്കൻ മരക്കഷ്ണം. അതിൽ നിന്നപ്പോഴും കൊഴുത്ത കറകിനിയുന്നുണ്ടായിരുന്നു. അതൊരു സാധാരണ മരക്കഷ്ണമായിരുന്നില്ല, പാലക്കാരഞ്ചി മരത്തിൻ്റെ ഒരു ഭാഗം. ദീപകിന് അത് വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അവൻ പിച്ചി ചീന്തിയ അതിൻ്റെ മാംസം. എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ആ സമയം ഡോക്ടർ എൻ്റെ അരികിലേക്ക് വന്നു. നിങ്ങളുടെ വയറ്റിലൊരു വിചിത്രമായ പാടുണ്ട് ഹരി, ഡോക്ടർ പറഞ്ഞു. അത് അപകടത്തിലുണ്ടായതല്ല, ഐസ് വെച്ച് മരവിച്ചതുപോലെ ഒരു പാട്. എക്സ്ട്രീം ഫ്രോസ്റ്റ് ബൈറ്റ്. ഡോക്ടർ എൻ്റെ ദേഹത്ത് ആ ഭാഗം കാണിച്ചു തന്നു. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. 5 നീളൻ വിരലുകൾ എൻ്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതിൻ്റെ കൃത്യമായ പാട്. അവിടെ തൊലി കറുത്തിരുന്നു. ദീപകിൻ്റെ കൈകൾക്ക് അത്രയും നീളമില്ല. കേരളത്തിലൊരു ഡിസംബർ രാത്രിയിൽ ഇത്രയും വലിയ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാകില്ല. ഒരു മനുഷ്യൻ്റെ കൈകൾക്ക് ഇത്രയും തണുപ്പുണ്ടാക്കാനും കഴിയില്ല. എനിക്കപ്പോൾ കാര്യം മനസ്സിലായി. പോലീസ് പറഞ്ഞത് വെറുതെയാണ്. വണ്ടിയിൽ എൻ്റെ പിന്നിലിരുന്നത് ദീപക്കായിരുന്നില്ല, അതവൾ തന്നെയായിരുന്നു. കരിങ്കല്ലുമേട്ടിലെ കാവൽക്കാരി. അവൾ ഞങ്ങളെ കൊല്ലാൻ വന്നതാണ്. പക്ഷേ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. ഒരുപക്ഷെ ഞാൻ കാണിച്ച അചഞ്ചലമായ ധൈര്യം, എൻ്റെ സുഹൃത്തിനെ മരത്തിൽ നിന്നും വലിച്ചെടുത്ത എൻ്റെ ഇച്ഛാശക്തി. ആ ശക്തിക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കാണില്ല. അതെന്തു തന്നെയായാലും 2 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ആശുപത്രി വിട്ടു. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ദീപക് എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അവന് കാട്ടിൽ നടന്നതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതി. ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു. എങ്കിലും ഞങ്ങൾ തോറ്റില്ല. ഈ ലോകത്ത് വിശദീകരിക്കാൻ കഴിയാത്ത പല ദുഷ്ടശക്തികളുമുണ്ട്. കരിങ്കല്ലുമേട്ടിലെ പാലക്കാരഞ്ചി യക്ഷിയും സത്യമാണ്. അത് വെറും കെട്ടുകഥയല്ല. പക്ഷേ അതിനേക്കാൾ വലിയ ശക്തി മനുഷ്യൻ്റെ സ്നേഹത്തിനും ധൈര്യത്തിനുമുണ്ട്. ജീവൻ കൊടുക്കാൻ തയ്യാറായുള്ള ഒരു ചങ്ങാതി കൂടിയുണ്ടെങ്കിൽ ഏതു പ്രേതത്തെയും നമുക്ക് തോൽപ്പിക്കാം. നിസ്വാർത്ഥമായ സ്നേഹത്തിനു മുന്നിൽ ഏതു വലിയ തിന്മയും വഴിമാറും. ആ മരം ഇപ്പോഴും ആ കാട്ടിലുണ്ടാകാം. പക്ഷേ അതിനി ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. കാരണം എന്തു വന്നാലും ഒരുമിച്ച് നേരിടാനുള്ള കരുത്ത് ഞങ്ങൾ നേടിക്കഴിഞ്ഞു.